സരി മ പനി സാ സാ നി പ മ രി സാ. 22ാമത് മേളകർത്താ രാഗമായ ഖരഹരപ്രിയയിൽ ജന്യമായിട്ടുള്ള ഒരു ഔഡവ രാഗമാണ് മധ്യമാവധി. മധ്യമാവധിയെക്കുറിച്ച് വളരെ വിശദമായി നമ്മൾ ഇതിനു മുൻപുള്ള ഒരു അധ്യായത്തിൽ കണ്ടിട്ടുണ്ട്. ഇന്ന് മധ്യമാവധിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന, പലപ്പോഴും നമ്മൾക്ക് കേൾക്കുമ്പോൾ ഇത് മധ്യമാവധിയാണോ എന്ന് സംശയം തോന്നുന്ന, എന്നാൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെ മറ്റ് രാഗങ്ങളായി മാറുന്ന കുറച്ച് രാഗങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പരിചയപ്പെടുത്തുന്നത്. ആദ്യത്തേത് മധ്യമാവധി തന്നെയാവട്ടെ. സരിമ പനി സാ സാ നി പ മ രി സാ. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, ശുദ്ധമധ്യമം, പഞ്ചമം, കൈശികി നിഷാദം, ഇങ്ങനെയാണ് മധ്യമാവധിയുടെ സ്വരസ്ഥാനങ്ങൾ വരുന്നത്. ഇതിലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ള ഒരു കീർത്തനം എന്ന് പറയുന്നത് ആടാത് അസംഗാത് വാ കണ്ണാ, ആടാത് അസംഗാത് വാ കണ്ണാ, உன்னாடலிரேழு புவனமும் அசைந்தாடுதோ எனவே ஆடாது அசங்காது வா கண்ணா, உன்னாடலிரேழு புவனமும் அசைந்தாடுதோ எனவே ஆடாது அசங்காது வா കണ്ണാ. ഇത് പലപ്പോഴും ഭരതനാട്യങ്ങൾക്കൊക്കെ പദം പോലെ ഉപയോഗിക്കുന്ന ഒരു കീർത്തനം കൂടിയാണ്. ചലച്ചിത്ര ഗാനത്തിലേക്ക് വരുമ്പോൾ കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിൽ ആ ടൈറ്റിലോട് കൂടി തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ, സഖിമാർ കളി പറഞ്ഞു മിഴികളിൽ നാണമിന്തേ, പുലരിയുടെ കല്യാണ സൗഗന്ധികം മുടിയിലണിയുന്ന തിരുവാതിരേ. മധ്യമാവധിയുമായി വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു രാഗമാണ് ശ്രീരാഗം. ഇതും 22ാമത് മേളകർത്താ രാഗമായ ഖരഹരപ്രിയയുടെ ജന്യരാഗമാണ്. ഇത് മാത്രമല്ല, ഇന്ന് ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പരിചയപ്പെടുന്ന രാഗങ്ങളെല്ലാം തന്നെ ഈ ഒരു ഖരഹരപ്രിയയുടെ ജന്യരാഗങ്ങളാണ്. മാത്രവുമല്ല, ആരോഹണം എല്ലാം സെയിമാണ്. അതായത് സരിമ പനി സാ എന്ന് ആരോഹണം വരുന്ന രാഗങ്ങളെയാണ് നമ്മളിതിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രീരാഗത്തെക്കുറിച്ച് പറയുമ്പോൾ അവരോഹണത്തിലാണ് വ്യത്യാസം വരുന്നത്. അവരോഹണത്തിൽ വക്ര സമ്പൂർണമായിട്ട് വരും. ആരോഹണം ഔഡവായിട്ട് പോകും. സരിമ പനി സാ സാ നി പ ധ നി പ മ രി ഗ രി സാ, ഇതാണ് അവരോഹണം. അപ്പോൾ ഈ ഒരു പ ധ നി പ മ രി ഗ രി സാ ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോഴാണ് നമ്മളിത് മധ്യമാവധി അല്ല ശ്രീരാഗമാണ് എന്ന് പറയുന്നത്. സ്വരസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശികി നിഷാദം, ഇങ്ങനെ വരും. ഇതിലേക്ക് ആഡ് ചെയ്ത് വരുന്നത് സാധാരണ ഗാന്ധാരവും ചതുശ്രുതി ദൈവതവുമാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള പഞ്ചരത്ന കൃതികളിൽ ഒന്നായിട്ടുള്ള എന്തൊരു മഹാനും പാവൂരു എന്തരോ മഹാനും പാവൂരു അന്തരേകേ വന്ദനപൂലു എന്തരോ മഹാനും പാവൂരു അന്തരേകേ വന്ദനപൂലു എന്തരോ ഇത് ഈ രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് വരുമ്പോൾ അല്ലീളം പോവോ ഇല്ലിമുളം തേനോ തിന്നില നീരോ തേനൊഴിയോ മഞ്ഞിവിളിനിലാവോ. അടുത്ത രാഗം മണിരംഗ്,
ഒരു ഔഡവ ഷാഡവ രാഗമാണ്. ആരോഹണം സരിമ പനി സാ, അവരോഹണം സനി പമ ഗരി സാ. ഗാന്ധാരം സാധാരണ ഗാന്ധാരമാണ് ചേരുന്നത്. ഇതിൽ വരുന്ന ഒരു കൃതി എന്ന് പറയുന്നത് ജയ ജയ പത്മനാഭാനു ജേസ, ജയ ജയ പത്മനാഭാനു ജേസ, ജയ ജയ മോഹന രാജവേസ, ജയ ജയ പത്മനാഭാനു ജേസ. ഇങ്ങനെ പോകുന്നു ആ ഒരു കീർത്തനം. ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് വരുമ്പോൾ ഏപ്രിൽ 19 എന്ന ചിത്രത്തിലെ ഒരു സെമി ക്ലാസിക്കൽ ഗാനമുണ്ട്. ഇത് പൂർണ്ണമായും മണിരംഗൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അറിയാലോ, ചലച്ചിത്ര ഗാനമാകുമ്പോൾ ചിലയിടങ്ങളിൽ അന്യസ്വരങ്ങൾ വരാറുണ്ട്. എന്നാലും കൂടുതൽ ഛായ കാണിക്കുന്നത് ഈ മണിരംഗിൻ്റേതാണ്. ശരപൊളി മാല ചാർത്തി ശരദിന്ദു ദീപം നീട്ടി കുറിഞ്ഞികൾ പോതരാവി ഏതു ഗാനം നിന്നെ തേടുമ്പോൾ ശരപൊളി മാല ചാർത്തി. അടുത്ത രാഗം ആന്തോളികയാണ്. ഇതൊരു ഔഡവ രാഗമാണ്. സരിമ പനിസ സാനിധ മരിസ. അവരോഹണത്തിൽ പഞ്ചമം വർജ്യമായി ചതുശ്രുതി ദൈവതം ഇതിലേക്ക് ചേരും. സാനിധ മരിസ. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതിയാണ്. രാഗസുധാരസ പാരഭൂജേസി, രാഗസുധാരസ പാരഭൂജേസി, രാജീല വേയോ മനസാരഗസുധാരസ പാരഭൂജേസി. ഇതേ കീർത്തനം സർഗം എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ അധ്യായത്തിൽ അവസാനമായി പരിചയപ്പെടുന്ന രാഗം വൃന്ദാവൻ സാരംഗയാണ്. വൃന്ദാവനി എന്നും വൃന്ദാവൻ സാരംഗ എന്നൊക്കെ നമ്മൾ ഇതിനെ പറയാറുണ്ട്. ഒരു ഹിന്ദുസ്ഥാനി ഭാവം വരുന്ന ഒരു രാഗമാണ് വൃന്ദാവൻ സാരംഗ. ഇതിനുള്ള പ്രത്യേകത ആരോഹണത്തിൽ സരിമ പനി കാകളി നിഷാദാണ് ഉപയോഗിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ സാനേ പമരേ കൈശികി നിഷാദം വരുന്നു. പല രീതിയിൽ ഇതിൻ്റെ ആരോഹണ അവരോഹണം പാടി കേൾക്കാറുണ്ട്. സരിമ പനി സാ സനേ പമരേ സാ. വളരെ മനോഹരമായിട്ടുള്ള ഒരു രാഗമാണ്. കലിയുഗ വരദൻ കണ്ട ദൈവമായി കാഴ്ചയളിപ്പത് പഴനിയിലേ. കലിയുഗ വരദൻ കണ്ട ദൈവമായി കാഴ്ചയളിപ്പത് പഴനിയിലേ. കലിയുഗ വരദൻ കണ്ട ദൈവമായി കാഴ്ചയളിപ്പത് പഴനിയിലേ. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കൃതിയാണിത്. ചലച്ചിത്ര ഗാനങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യമായി കണ്ട നാൾ പാതി പൂമുഖം കൈകളിൽ വീണൊരു മോഹനവൈഡൂര്യം പ്രിയ സഖി ആദ്യമായി കണ്ട നാൾ. 22ാമത് മേളകർത്താരാഗമായ ഗരഹരപ്രിയയിൽ ജന്യമായിട്ടുള്ള സരിമ പനിസ എന്ന് ആരോഹണം വരുന്ന, മധ്യമാവധിയോട് ഏറെ അടുത്ത് നിൽക്കുന്ന, ഒരുപാട് സാമ്യം തോന്നുന്ന കുറച്ച് രാഗങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ പരിചയപ്പെട്ടത്. സംഗീത വിദ്യാർത്ഥികൾക്കും സംഗീതത്തെ ഒരുപാട് സ്നേഹിക്കുന്നവർക്കും സംഗീതത്തെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീണ്ടും കാണുന്നത് വരെ ഏവർക്കും നന്ദി, നമസ്കാരം.